പിടിച്ചോളോ. അയ്യോ പിടിച്ചോ. നേരെ എന്നിട്ട് തലമണ്ടേക്ക്. അയ്യോ അയ്യോ അയ്യോ. ഞങ്ങൾ അലക്കാൻ പോകുന്ന സ്ഥലത്ത് ഒരു മാവ് നിപ്പുണ്ട്. അതിനകത്ത് ആരും കാണാതെ കിടന്ന മാങ്ങയാണ്. ഞങ്ങൾ അവനെ ഇങ്ങ് പോകും. ഇവളുമാരും മണത്തറിഞ്ഞതാണോ എന്നൊരു ചെറിയ ഡൗട്ട് ഉണ്ട്. കറക്റ്റ് സമയമായപ്പോ ബ്രേക്ക് എടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ ഹോസ്റ്റലിലെ അവസാനത്തെ മാങ്ങാ തീറ്റിയാണ്. എന്റെ ആഗ്രഹം അത് കുറച്ചുകൂടി ആർഭാടമാക്കണമെന്നായിരുന്നേ. നമ്മുടെ മാങ്ങാക്കൂട്ടനെ ഒന്ന് ചെത്തിയെടുക്കുന്ന സമയത്ത് നമ്മുടെ കത്തി ചെറുതായിട്ടൊന്ന് വളഞ്ഞു കേട്ടാ. മാങ്ങയില്ലാത്തൊരു ജീവിതം തന്നെ ഓർക്കാൻ പറ്റുന്നില്ല ഹോസ്റ്റൽ ലൈഫിൽ. ഉപ്പൊന്നും വേണമെന്നില്ല, നല്ല രീതിയിൽ കടിച്ചു തിന്നാൻ പറ്റുന്ന ഒരു തീറ്റി മാങ്ങയാന്ന് തോന്നുന്നു അത്. വീണ്ടും നമ്മുടെ കത്തിക്കുട്ടൻ ഇങ്ങനെ വളഞ്ഞു പോകുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അവനെ ശരിയാക്കി എടുത്തു. വാർഡിന്ന് ഇറങ്ങിയവരുടെ ബ്രേക്ക് കഴിയാറായി കേട്ടോ. പക്ഷെ മാങ്ങ ഇതുവരെ ശരിയായിട്ടില്ല. സാരമില്ല, നമുക്ക് കുറച്ച് സ്പീഡാക്കാം. വഴക്ക് കേട്ടാലും കുഴപ്പമില്ല, എന്തായാലും മാങ്ങ കഴിച്ചിട്ടേ പോത്തുള്ളെന്നാണ് അവളുമാര് പറയണത്. നമ്മുടെ മുളകൂട്ടന്റെ കളർ കണ്ടിട്ട് തന്നെ പേടിയാവും. ഈ യുദ്ധഭൂമിയിൽ നമുക്ക് കുറച്ച് സമാധാനം ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്ക് കുറച്ച് ഉപ്പൂട്ടന്മാരെ ഏറെ ഇടാം. കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഇവരെ നമുക്ക് ഒന്നാക്കി എടുക്കാം. മുളകൂട്ടന്റെ കളർ പോലെ തന്നെ ആയിരുന്നു ടേസ്റ്റും. ഇച്ചിരി എരിവ് കൂടിപ്പോയി ഗൈസ്. എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തത് തിന്ന് കേട്ടോ. വെറുതെ കഴിക്കാനാണെങ്കിലും ഈ മാങ്ങ അടിപൊളിയായിരുന്നു. ആകെപ്പാടെ ഞങ്ങൾ 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാലിയാക്കാൻ ഞങ്ങൾക്ക് ഒരു 5 മിനിറ്റ് പോലും വേണ്ടിയിരുന്നില്ല. ഇനി കയ്യിലാകെ ഞങ്ങൾ കഴിച്ചതിന്റെ വേസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെങ്കിലും കൊണ്ട് കളയണം. ഇത് കഴിഞ്ഞ് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഓസ്കി പഠിക്കാൻ വേണ്ടി സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ പിള്ളേരെല്ലാം പ്രിൻസിപ്പൽ റൂമിന്റെ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. കാരണം എന്തെന്ന് വെച്ചാൽ കോമ്പൻസേഷന്റെ കാര്യം പറയാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ക്ലാസ്സിൽ പോയിട്ട് കുറച്ച് പ്രാക്ടിക്കൽ എക്സാമിന് വേണ്ടി പഠിക്കുമായിരുന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ഗൈസ്.